ഹായ് ഗൈസ്. അപ്പൊ നമ്മളിന്ന് എന്തിനു പോവാ? മീൻ വാങ്ങിക്കാൻ പോവാ പുത്തുമുക്കില്. നമ്മള് ഗപ്പി കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ വന്നേ. അവിടെ ഒരു വലിയ മീനുണ്ട്, നമുക്ക് അതൊന്ന് പോയി നോക്കാം. എടാ ഇത് മറ്റേ ഇതല്ലടാ, ആ മിറാക്കിൾ ഫ്രൂട്ട്. നമുക്ക് അവിടെ നോക്കാം, ഒരു വലിയ മീനുണ്ട് ഇവിടെ. മിറാക്കിൾ ഫ്രൂട്ട് തൈ ഉണ്ടെന്നാ പറഞ്ഞു. നമ്മളോട് പിടിക്കുന്നുണ്ടോ? ഏതോ ഇതോ ഇത് റംബൂട്ടാനാണോ? അത് റംബൂട്ടാനാടാ. നമ്മള് തിന്നിട്ട് പിന്നെ പുളിയുള്ള എന്ന് കഴിച്ചാലും മധുരമായി. പുളി ഉള്ളത് കഴിച്ചാൽ മധുരമാണ്. പുളി എടുത്തിട്ട് കഴിക്കുമ്പോ നല്ല നല്ലതാണ്. ഇതിന് വലിയ മധുരമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു മധുരം. അതിനപ്പുറത്ത് നിൽക്കുന്ന മരമുന്തിരി, അത് മെയിനിലൊക്കെ ഇഷ്ടപ്പെടും. എന്തോ മരവെള്ളരി, മുന്തിരി അതിന്റെ സെയിം. ഇതാണോ? ഇതാണ് മറ്റേ മൽബറി ഇല്ലേ? മൽബറി. ആ മരമുന്തിരിയോ? നിറയെ ഉണ്ടായിരുന്നു, എപ്പോഴും കാണും ഇതിനകത്ത് മിക്കവാറും. കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് മൽബറി. ഇത് ഇതായിപ്പോയി. ഇതിന്റെ തയ്യാറോ? സമ്പാദ്യം തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെ ഒരു ഉറപ്പേ പറയാൻ പറ്റത്തില്ലേ? കണ്ണിറുക്കി കഴിക്കുന്നില്ല കള്ള. കള്ളയാന്നോ കള്ളിയാന്നോ? എടുത്തോട്ട് പോടാ, ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നായിരുന്നു. അവിടെ തന്നെ വെച്ച് തരുമോ? മാറ്റല്ലേ, ഞാൻ ഫോക്കസ് ചെയ്യട്ടെ. ഓ ഇത് കിടിലം കേട്ടോ, കൊള്ളാടാ. ഇതെന്തോ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്? തേനീച്ചയുടെ. ഓ തേനീച്ച. ഇതിന്റെ കീഴിൽ കൂടെ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെ, എന്നിട്ട് കണ്ട് ആണല്ലേ? ഇതാണ് തേനീച്ച. ഇവൻ അത്യാവശ്യം കാര്യങ്ങൾ, ഈ മറ്റേ അഗ്രികൾച്ചർ പറയുന്ന പട്ടി, പൂച്ച, തത്ത അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കുറച്ച് ക്രേസും ഇൻട്രസ്റ്റും, കുറച്ച് അത്യാവശ്യം നല്ല ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവും ഉള്ള ഒരാളാണ് രാഹുൽ. അപ്പം നമുക്ക് എൻ്റെ വീട്ടിലും പണ്ട് തൊട്ടേ പശുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ഈ പറയുന്ന പട്ടിയോടും പൂച്ചയോടും മൃഗങ്ങളോട് അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ സാധനങ്ങൾ, ചെടികളൊക്കെ വളർത്തുന്നതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ പണ്ട് ചെടികളൊക്കെ വീട്ടിൽ വെറുതെ നല്ല ചെടികൾ പൂത്തൊലിഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പിച്ചാത്തിയോ കത്താളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇതിനെ വെട്ടി നശിപ്പിച്ച് ഇതായിട്ട് പോകുമായിരുന്നു. അങ്ങനൊരു പ്രത്യേകതരം ആനന്ദങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഇവൻ അങ്ങനെ അല്ലായിരുന്നു. ഇവൻ്റെ വീട്ടിൽ പശുവും കോഴി, ആട്, താറാവും ഒന്നും ഇല്ലെങ്കിലും, ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവന് അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ കയറാൻ ഏതാ വഴി നോക്കാം. അപ്പം നമുക്ക് മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. ഇവിടെ ഉണ്ട് ഏണി വഴി കയറാം. വാട്ട് എ നൈസ്. കുറച്ച് റിസ്ക് ആണ് ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഈ ഒരുപാട് വസ്തുവും പുരയിടവും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേ ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം പുള്ളി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. മാവൊക്കെ ഉണ്ട്, മറ്റേ ബഡ് ചെയ്ത മാവും തൈകളാണ് ഇവിടുന്ന് അങ്ങോട്ടെല്ലാം
അവിടെ പോയി നോക്കാം. ഭയങ്കര റിസ്ക്കാണ്, നല്ല പേടിയുണ്ട്. പക്ഷെ കാലങ്ങനെ ഇറങ്ങിപ്പോത്തൊന്നുമില്ല, എന്നാലും ഒരു പേടി. പുള്ളിക്കാവുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. വർഷങ്ങളായിട്ട് പുള്ളി ഇവിടെയൊക്കെ നടക്കുന്നതാണല്ലോ. ഞാൻ ആദ്യമായിട്ട് വന്ന് കയറിയതാ, എന്താവുന്നു ഒന്നും അറിയത്തില്ല. ചേന, അത് ചേന. നാരകമൊക്കെ നാരങ്ങ ഉണ്ട്. നാരങ്ങ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അത് കറിവേപ്പാണ്. കറിവേപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് കറിവേപ്പുണ്ട്. ഇത് കറിവേപ്പല്ല, ഇത് വേറെന്താണ്. അതും എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്കറിയാവുന്നതായിട്ടൊന്നുമില്ല കേട്ടോ. മാവും അത് കറിവേപ്പുണ്ട്, മാവുണ്ട്, പിന്നെ ചേനയുണ്ട്. അതൊക്കെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ബഡ് ചെയ്തേക്കുന്നതുകൊണ്ടായിരിക്കണം ഈ പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് കൃത്യമായി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അറിയാവുന്നവർ ഞാൻ പറഞ്ഞു തന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് ചീത്ത വിളിക്കുകയും കളിയാക്കുകയും ചെയ്യരുത്. ഒരു ബൊഗൈൻവില്ലയുടെ ചെറിയ ഇത് കാണാൻ പറ്റും, നമുക്കത് കൂടെ വെക്കാം. അപ്പം അങ്ങനെ ഒരു ബൊഗൈൻവില്ലയുടെ ചെറിയ ഇതുണ്ട്. ഇത് മുരിങ്ങയാണ്. വാഴ. ഇതിപ്പോൾ സൗകര്യമായല്ലോ, വാഴ വെട്ടേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് തന്നെ കൊല വെട്ടാം. ഇതിൻ്റെ മുകളിൽ ടയർ പുള്ളി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെന്തിനായിരിക്കും ടയർ ഇട്ടേക്കുന്നത്? അത് ചിലപ്പോൾ ഈ വളർന്നു വരുന്നത് പടത്തി വിടാനായിരിക്കും. അതോ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് ബഡ് ചെയ്ത പേരത്തയ്യ, ഇത്രയും നീളമേ ഉള്ളൂ. അപ്പം അതിൽ പേരയ്ക്ക വന്നു തുടങ്ങി. അതാണ് ഈ ബഡ് ചെയ്ത ചെടികളുടെ ഒരു പ്രത്യേകത. ഒരുപാട് ഹൈറ്റിലൊന്നും പോകത്തില്ലെന്നുണ്ടെങ്കിലും അതിൽ കാ ഉണ്ടാവും. ഇതൊന്നും പുതിയ അറിവല്ല എന്നെനിക്കറിയാം. എനിക്കറിയാവുന്നത് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വിൽക്കാനാ? അപ്പൊ നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം, താഴെ എന്തൊക്കെയാണുള്ളത്. പോകുന്ന വഴിക്കെല്ലാം കുളമുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഒരുപാട് കുളമുള്ള സ്ഥലമാണ്. അതിനൊക്കെ നോക്കണം, അതിൻ്റെ സൈസ് കനമുള്ളതിന് ഇച്ചിരി വിലയുണ്ട്. അത് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് 500 രൂപ കൂടെ തന്നാൽ മതി. കടയിലേ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്ര രൂപയെന്ന് വെച്ചാൽ അതിൻ്റെ വില, പിന്നെ ഒട്ടിക്കുന്നതിന് 500 രൂപ കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇതില് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന റിസ്ക് ഇല്ലേ? ഈ ഗപ്പി ഉണ്ടായതുകൊണ്ട് അതിന് സീനില്ലല്ലേ? ഇത് മിറക്കിൾ ഫ്രൂട്ട്സ് ഉണ്ടാവും. മിറക്കിളിന്റെ ഇത് ഒരെണ്ണം മതിയോ? എത്ര 50 രൂപ. അത് നമ്മളെ കൊണ്ടുപോയിട്ട് എന്തോ പ്രത്യേകം ഒന്നും ചെയ്യണ്ടല്ലോ, തന്നെ ഒന്നും വേണ്ട. ഇതിനകത്ത് നിൽക്കാൻ കുറേ നാള് അത് ഇതിനകത്താക്കാം. എന്നാ പറഞ്ഞോട് എടുത്തോ. എടുത്ത് തരാം രണ്ടെണ്ണം. കിളിക്കത്തില്ല, ഇല്ല ഇല്ല കിളിച്ചിരിക്കുമല്ലോ. അവർക്ക് കിളിക്കോ അപ്പം നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള എന്തെങ്കിലും കഴിച്ചു നോക്കാം. ഇതിനകത്ത് 4 തൈ ഉണ്ട് കേട്ടോ. 4ആയിട്ടങ്ങ് നട്ടോ. അതിന് 25 പൈസ തന്നാൽ മതി, കുഴപ്പമില്ല. മിറാക്കിളല്ലേ? അതിന്റെ ചുവട്ടിൽ തന്നെ ഇട്ടാൽ മതി. ഇതെല്ലാം മിറാക്കിളാ. ഇത് 150 രൂപ തന്നാൽ മതി. അപ്പൊ ഇത് നിങ്ങൾ ഓരോരുത്തർ ഈ 2 ഓരോന്ന് നട്ടാൽ മതി. ഇനി വേണം ഇതിന് വളവും ഇതൊക്കെ തന്നെയല്ലേ? അപ്പം മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് എല്ലാരും ഇഞ്ചിഞ്ചിനെടുത്ത് ഇട്ടോ അവിടെ വായില് വായി മിറക്കിൾ ഫ്രൂട്ട് തിന്നിട്ട് നിങ്ങള് നല്ല ഗുളിയനോറഞ്ച് മേടിച്ചിരുന്നാളി. നാരങ്ങയാണ് കുറച്ചുകൂടെ നല്ല മധുരം. ഇനി തിന്നാം. പുളിയാത് അറിയാൻ പോലും ഇല്ല. ശരിയാ.
ശരിയാ ഇത് ശരിക്കും പുളിയാ? ആ ഇത് പുളിയാ. ശരിക്കും പുളിയാണോ? ഭയങ്കര പുളിയാ. അണ്ണ പുളിയാ. ആണോ? ഇത് ചെറിയൊരു പുളി. ഇത് നല്ല മധുരമുണ്ട്. ചോദിച്ചു നോക്കിയാൽ മതി. ഏതാ മരമുന്തിരിയോ? ഇത് രണ്ടും മരം ഡ്രസ്സിലും മുന്തിരി. ഓ പക്ഷെ മുന്തിരിയുടെ നമ്മുടെ മുന്തിരിയേക്കാളും മധുരം ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഇല്ല ഒരു സീസൺ. അതുകൊണ്ട് നിങ്ങൾ ആ വലിയ നിർത്തോണ്ട് പോകും. അതാകുമ്പോ ഒരു വർഷം കഴിയുമ്പോ കായ്ക്കും. ഇത് 2.5 വർഷം എടുക്കും. കാഴ്ചക്ക് എപ്പോഴും നേരത്തേക്ക് 40,000 രൂപ കാഴ്ചന് വില ഉണ്ടായിരുന്നു. ഇപ്പൊ 4,000 5,000 രൂപയൊക്കെ എന്തിനാ കാഴ്ച? ഫ്രൂട്ടൊന്നും ഇല്ല, മേളിൽ നിപ്പില്ല. ഉണ്ടാവും. അവിടെ അങ്ങേറ്റത്ത് പോണെങ്കിൽ ഏത് പോണ്ടി ഇങ്ങനെ അറ്റത്ത് ഉണ്ടാവും. ഇതിലെ ഒരു ലക്ഷത്താ. ഞാൻ അതിനാ മേളിലൊന്ന് പോയായിരുന്നു. ഇത് മരമുന്തിരിയുടെ വലുതാണോ? ഇതിലില്ലടാ. ഓ അത് മരമുന്തിരിയാ? ആ ഓ അത് മരമുന്തിരിയാണോ? ആ അപ്പൊ നമ്മള് നേരത്തെ വന്ന് പേരറിയത്തില്ല എന്ന് പറഞ്ഞ അതാണ് മരമുന്തിരി. അത് മരമുന്തിരി. ജംബോട്ടിക്ക ബാം. എടാ ആ സൈഡിൽ കൂടെ കേറി പാം. ഇതെന്തിനാ ഈ ടയർ ഇങ്ങനെ മേളിലിട്ടേക്കുന്നേ? ഓ ആ ഹാ ഹാ ഓ ഡ്രാഗൺ ഫ്രൂട്ട്സിന് വേണ്ടിയാണ് ടയർ ഇങ്ങനെ ഇട്ടിരുന്നത്. അപ്പൊ അതിന് പുറകിൽ സയൻസ് ഒന്നുമില്ല. ഇതാണ് ഇത് കണ്ടോ? ഇത് നിറയെ മണ്ടയ്ക്ക് നിറച്ച് പിടിക്കും. ജംബോട്ടിക്ക ബാം എന്ന് പറയുന്നത്. ഇത് ഇത്തിരി സൈസ് ഉണ്ട്. പ്രക്കോഷ്യ അത് ഇത്തിരി സൈസ് ഉണ്ട്. നല്ല മരം. ഓറഞ്ച് അതിനപ്പുറത്തേക്ക് നിക്കുന്നല്ലേ? ആ ഇത് നാരകമല്ലേ? അത് നാരകമല്ലേ? അത് ഓറഞ്ചാണോ? അത്രയും വലുത്? അത് ഓറഞ്ചാണോ? ഇതിപ്പോ ആപ്പിളാണെന്ന് പറഞ്ഞാലും നമ്മളത് വിശ്വസിച്ചേ പറ്റില്ല. ആ സാധനം ഓറഞ്ചാണെന്നാ പുള്ളി പറയുന്നത്. നമുക്കിപ്പോ അതിനെ പറ്റി അറിയില്ലാത്തതുകൊണ്ട് പുള്ളി ആപ്പിളാണെന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുക. അതേ ഉള്ളു. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ട എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പുത്തുമുക്കുന്ന ഏനാത്ത് പോകുന്ന റോഡില് കൊട്ടാരക്കര കിച്ചന്റെ അടുത്താണ് ഈ സ്ഥലം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട എന്ത് ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് ഗപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ സിനിമ കാണാൻ പോകണം. അപ്പൊ ഇനി കാണാം. 2 മണിയുടെ ഷോയ്ക്ക് 2 മണിയുടെ ഷോയ്ക്ക് 2:04 നമ്മൾ എത്തുന്നത്. അല്ലല്ല ഇവിടെ പറഞ്ഞ വീഡിയോ 2:15 2:15 എത്തിയാൽ 15 മിനിറ്റ് ലേറ്റ് ആവും. മീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ ടച്ച് ചെയ്ത് നിൽക്കുക. ഇനി പോവാൻ സ്പീഡില്ല. നമ്മളങ്ങനെ വിജയകരമായിട്ട് ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ പടത്തിന് വന്നു, കയറി പടം കണ്ട്. അങ്ങനെ ഇന്റർവെല്ലിന് നമുക്ക് പോപ്കോൺ വാങ്ങിക്കാനായിട്ട് അവന്മാരോടെ നമുക്ക് ഇന്റർവെല്ലിലൂടെ കഴിഞ്ഞിട്ട് പടത്തിന്റെ അഭിപ്രായം പറയാം. ഞാനും അത്ര പേടിക്കാന്നില്ലെന്ന് കണ്ണണെന്ന് പറയട്ടെന്നോ. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഒരു പ്രേതപ്പെട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. ഞാൻ കോഞ്ചറിങ് കണ്ടിട്ടുണ്ട്. അത് കണ്ടോ നീ? നമ്മള് പേടിക്കുന്ന ഒരു പടം 5-ാം പാതിര കോഞ്ചറിങ് പോയി കാണണം. അതാണ് പടം. 5-ാം പാതിര പ്രേതമല്ല. പക്ഷെ ഇതിനകത്ത് അവൻ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിനയം. അല്ല ഇവൻ പ്രണവ് കുറച്ചുകൂടെ DS എറ അല്ലേ? പടത്തിന്റെ പേര് എങ്ങനെ എടുത്തു എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതം. ചില സീനൊക്കെ സീനൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെ അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാ മനസ്സിലാവാത്ത. അതുപോലെ ഒരുപാട് സീൻ, ആ മേക്കപ്പ്, അതുപോലെ ആ സൗണ്ട് മിക്സിങ് നമ്മളെ പേടിപ്പിക്കുന്നത്. എന്ത് നമ്പർ 4399 അങ്ങനെ കണ്ണാണ്ട്
നമ്മളെ എന്തോ 5000 എടുത്തപ്പോ 43.99 5000 രൂപ എന്നാ അടിച്ചത് 5000 അടിച്ചിട്ടുണ്ട് ലോട്ടറി ഇതന്നെയാണോ നോക്ക് അന്നാ 5 പഴപ്പൊരു കൂടെ പാഴ്സല് ഇപ്പൊ മറത്തരുത്തില്ല അവര് യാതൊന്നല്ലോ മേളിൽ നോക്കിയടാ ഇവിടെ വരെ വന്നിട്ട് എന്നോട് പറഞ്ഞ അത്ര ഞാൻ നോക്കിയത് അതിലില്ല ഒന്നും ഇല്ലടാ നോക്കി ഞാൻ മേലോട്ടൊന്നും ഓ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയത് അത് എന്റെ ഇതൊന്നും പോയി നോക്കടാ അപ്പൊ നമുക്ക് എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം പൈസ ചെലവായിട്ട് ഞങ്ങള് വ്ളോഗ് ഇടുവേ ഗ്രൂപ്പിലിടും. അതേ ഉള്ളു അങ്ങനെ കണ്ണാന്ന് ലോട്ടറി അടിച്ച് നമുക്ക് രാത്രി മന്തി കണ്ണാണ് സ്പോൺസർ അപ്പൊ നമ്മൾ ലോട്ടറി അടിച്ചു. നമ്മളിപ്പോ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ഏജൻസിയിൽ വന്നിരിക്കുകയാണ്. പൈസ എടുത്തു. പൈസ ആകെ ചെന്നു 60,000 രൂപ 54,000 രൂപ 24,000 രൂപ കണ്ണാന്റെ പേര് 4,000 രൂപ പൈസ മാറ്റി വെക്കോ മന്തിക്കുള്ള പൈസ അക്കൗണ്ടിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ലോട്ടറി അടിച്ച പൈസയായിട്ട് മന്തി അടിക്കാൻ വന്നിരിക്കുക. നമ്മള് ഓർഡർ എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തു. ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. കണ്ണനുണ്ട്, അച്ചുണ്ട്, രാഹുലുണ്ട്, അമലുണ്ട്. നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ്. മസാല ഷവായ വിത്ത് ബഷാര റൈസ്. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ബായ്.